അച്ഛൻ ഗൈഡ് ചെയ്യുന്ന ഫാമിലിയിൽ ഒരു ഫിയർ ഉണ്ടെന്നല്ലേ ഇപ്പൊ വീട്ടിൽ ജീവിക്കാൻ ഭയം എന്ന് പറയുന്ന അടിസ്ഥാന വികാരമാണ്. നമ്മൾ ഒരു ഭയമുണ്ട്. ഒരു മതത്തെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാ? അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഭയമാണ്. നമ്മൾ ഇത് തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കും, അവിടെ ഭയമുണ്ട്. ഒരു സൊസൈറ്റിയിൽ ഒരു തെറ്റ് ചെയ്താൽ നമ്മളെ ശിക്ഷിക്കും, അവിടെ ഭയമുണ്ട്. ഭയം മനുഷ്യന്റെ അടിസ്ഥാന വികാരം തന്നെ. മറുപടി ഉണ്ട്. ഭയപ്പെടാൻ വേണ്ടിയല്ല, നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി ധൈര്യമായിട്ട്. സൗന്ദര്യം വേറെയാണ്. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടേണ്ടത്? അച്ഛനെ കുട്ടികൾ ഭയപ്പെട്ട് ജീവിക്കുന്നതും അമ്മയോട് ഒരുപാട് എപ്പോഴും പറയാറുള്ളത് അച്ഛൻ വീട്ടിലിരുന്നാ മതി എന്നാണ്. മക്കള് നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭാര്യയും പറഞ്ഞത് അല്ല, ഭാര്യ അത് മുമ്പേ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ പറഞ്ഞു. രണ്ട് മക്കളും പറഞ്ഞു. പക്ഷെ പിള്ളേരെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. പിള്ളേർക്ക് ഞാനിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഈ പിള്ളേരിനെ കെട്ടിയ അവര് അതും കേൾക്കൂ. എന്നെ പേടിയൊന്നും കേട്ടോ അവർക്ക്. ഭയം അങ്ങനല്ല സർ. നമ്മുടെ മതം എന്താ പറയുന്നത്? ഭയമാണോ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്? പറയാതെ പറയുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾ നമ്മൾ വിപരീതമായിട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. അവിടെ ഭയം വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പാമ്പിനെ ഭയമുണ്ടോ? പാമ്പിനെ ഇല്ല, എനിക്ക് ഭയമില്ല. ഇല്ല, എനിക്ക് പാമ്പിനെ ഒന്നും ദൈവത്തെ ഭയമുള്ളൂ, പാമ്പിനെ ഭയമില്ല. അടിസ്ഥാനപരമായി ഭയപ്പെടുന്ന ഒന്നിനെയും നിങ്ങൾക്ക് സ്നേഹിക്കാനാവില്ല. അത് ദൈവത്തെ ആയാലും ശരി, പാമ്പിനെ ആയാലും ശരി. ഭയപ്പെടുന്ന ഒന്നിനെയും മനുഷ്യന്റെ അടിസ്ഥാന സ്നേഹിക്കാനാവില്ല. അത് തെറ്റിദ്ധാരണയാ. ഭയം വേണം. ഞാനൊരു ചെറിയ കാര്യം, ഞാനൊക്കെ സാജുനേക്കാളും ഒക്കെ വളരെ മുമ്പേ ജനിച്ചാണ്. ഒരുപാട് പ്രായമുള്ള ഒരാളാണ്. 50 വർഷം ആവാൻ ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞ് എന്റെ ദാമ്പത്യം തുടർന്നുകൊണ്ട് പോകുന്നു. ഞാൻ ചെന്ന് കയറിയ വീട്ടിൽ നിങ്ങളുടെ ഇവിടെ 10 അല്ലേ? എന്റെ അമ്മയമ്മ 12 എണ്ണം പ്രസവിച്ചു. അതിൽ മൂത്ത ആളിന്റെ ഭാര്യ 13 പ്രസവിച്ച. മത്സരിക്കാനുള്ള അത്രയൊന്നും മത്സരിക്കാനുള്ള അവസരം കിട്ടിയില്ല. ഭാഗ്യകാരിക്കുന്നു. അപ്പൊ അന്നേരം ആ വീട്ടിൽ പോയി 50 വർഷത്തോളം എന്റെ അമ്മായിയമ്മ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ. ഈ 47 വർഷം ഒന്നിച്ചു ജീവിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുകൊണ്ട് പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അത്ര നല്ലൊരു അമ്മയായിരുന്നു എന്റെ അമ്മായിയമ്മ. അപ്പൊ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പിന്നെ ഈ ഫിയർ എന്ന് പറഞ്ഞാൽ, ഈ ഫിയർ അല്ല അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഉടയോനുണ്ട് എന്നൊരു തോന്നല്. ഈ ഉടയോനല്ലേ ഈ ദൈവം എന്ന് പറയുന്നത്. അതിന് ഈ ഫിയർ അച്ഛനെ പേടിച്ച് വളർന്നാൽ. ഒരു 2 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. അതായത് നമ്മളിലൊരു ചൊല്ലുണ്ട്, ഒരു കൊച്ചു 10 വയസ്സ് ഒരു 5 വയസ്സായ ഒരു കൊച്ചിനോട് അവന്റെ സാറ് ചോദിച്ചു, മോനെ നിന്റെ അപ്പ എപ്പിടി ഇരിക്ക്? അപ്പൊ നല്ലവര് മിഠായി എല്ലാം കൊണ്ടുവരും, വലിയ ഉമ്മയൊക്കെ തരും. 10 വയസ്സായപ്പോ ചോദിച്ചു, അപ്പ എപ്പിടി ഇരിക്ക്? അപ്പൊ നല്ലവര് ആനാ അപ്പ തിട്ടുവാര് എന്നെ അടിക്കും. 15 വയസ്സൊക്കെ ആയപ്പോ ചോദിച്ചു, നിന്റെ അപ്പ അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞ്, അമ്മ കണവൻ കിട്ടിയ ചൊല്ല് എൻ റൂട്ടിലെ കുറുക്ക വരാതെ മര്യാദയ്ക്ക് അച്ഛൻ ഉപദേശിക്കാൻ തുടങ്ങി. എൻ റൂട്ടിലെ കുറുക്ക വരാതെ കണവൻ കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. 20 വയസ്സായപ്പോ ചോദിച്ചു, മോൻ ചോദിച്ചു, അമ്മ എപ്പിടിയമ്മ നിങ്ങൾക്ക് ഇയാളെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിഞ്ഞ് കിടക്കില്ലയാ ചോദിച്ചു. 25 വയസ്സൊക്കെ ആയി, പഠിത്തം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. 30 വയസ്സൊക്കെ ആയി, കുട്ടികളായി. ഒരു 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ സാർ, ഒരു 35 വയസ്സെ സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാൻ അപ്പാക്കിട്ട പേശവേ മാട്ടെ, സംസാരിക്കാറേ ഇല്ല, ഞങ്ങൾ ഒത്തുവരാതെ ശരിയാവില്ല. 45 വയസ്സൊക്കെ ആയപ്പോഴാണ് അയാൾ പറയുന്നത്, നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? അപ്പ രമ്പ നല്ലവർ, അന്ത വരുമയിലും ഞങ്ങളെ എപ്പോഴാണ് വളർത്തിയിരുന്നത്. അപ്പോ ആ അച്ഛനെ 5 വയസ്സായ കുട്ടി സ്നേഹത്തോടെ മനസ്സിലാക്കിയിരുന്ന അച്ഛനെ വീണ്ടും അതേ ലെവലിൽ മനസ്സിലാക്കാൻ 40 വർഷം എടുത്തിരിക്കുന്നു. ഇത് അതിനെ നമ്മൾ പറയുന്നത്, മോളോട് ഞാൻ പ്രത്യേകം പറയുന്നു, അതിനെ ഫിയർ അല്ല, അത് കരുതലാണ്. കരുതലിനോടുള്ള സ്നേഹമാണ്, വിശ്വാസത്തിന്റെ കരുതലാണ്. നമ്മുടെ രാഷ്ട്രീയ കരുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.